തുടങ്ങും. സോ നമ്മള് ഹയർ എഡ്യൂക്കേഷനിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് കവർ ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പെടും, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പെടും, പിന്നെ നാക്കിനെ പറ്റി നമ്മൾ ഓരോരോ അക്രഡിഷൻ ബോഡീസിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അതായത് നാക്, പിന്നെ NBA നാഷണൽ ബോർഡ് ഓഫ് അക്രഡിഷൻ, പിന്നെ AP അക്രഡിഷൻ ബോർഡ്. അപ്പൊ ഇതിനൊക്കെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കുറച്ച് ഇനിഷ്യേറ്റീവ് ഉണ്ട് സ്കിൽ എഡ്യൂക്കേഷനിൽ, അത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കും. അതിനെല്ലാം ഞാൻ സെപ്പറേറ്റ് PDF ആക്കി വെച്ചിട്ടുണ്ട്. സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ഷെയർ ചെയ്യാം. പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഈ എന്താണ് ഈ PPT വിസിബിൾ അല്ലേ? ഓക്കെ, താങ്ക് യു. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലസ്റ്റർ ഇന്നോവേഷൻ സെന്റേഴ്സ് ആണ്. ക്ലസ്റ്റർ ഇന്നോവേഷൻ സെന്റേഴ്സ് എന്ന് പറഞ്ഞാല് 2011 ക്ലസ്റ്റർ ഇന്നോവേഷൻ സെന്റർ വന്നത്. ക്ലസ്റ്റർ ഇന്നോവേഷൻ സെന്റർ ആദ്യമായിട്ട് വന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ഒരു സെന്റർ ആയിട്ടാണ്. അതെന്താന്ന് വെച്ചാല് ഇന്നോവേഷൻ, അതായത് കണ്ടുപിടുത്തങ്ങള് നമ്മളിപ്പോ പുതുതായിട്ട് ഒരു സാധനം ഇൻവെന്റ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ വില്ലേജ് ഏരിയസിൽ വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ട്. ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഐഡിയ ആയിട്ട് വരികയാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ ആ വാട്ടർ പൊല്യൂഷൻ എന്താ പറയാ മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ വാട്ടർ സ്കേഴ്സിറ്റി മാറ്റാൻ പറ്റും. അങ്ങനെ വന്നിട്ട് ഒരു കുട്ടി വരാണ്. അപ്പം ആ കുട്ടിക്ക് ഈ ഒരു കണ്ടുപിടുത്തം കൊണ്ടുവന്നതിന്, ഈ ഒരു ഇന്നോവേഷന് വേണ്ടിയിട്ട് ക്രെഡിറ്റ്സ് കൊടുക്കും. ഈ ഒരു സബ്ജക്റ്റിൽ കുട്ടിക്ക് പഠിക്കാൻ പറ്റും. അതാണ് ക്ലസ്റ്റർ ഇന്നോവേഷൻ സെന്റർ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ തന്നെയുള്ള ഒരു ക്ലസ്റ്റർ ഇന്നോവേഷൻ സെന്റർ ഡിപ്പാർട്ട്മെന്റിന്റെ പിക്ചർ കാണാൻ പറ്റും. അപ്പൊ നിങ്ങളത് എന്താണ്, ഏത് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് ആദ്യം മീൻസ് ഉള്ളത്, പിന്നെ എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട എയിം, അത് മാത്രം നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ ഈ കഴ്സർ മൂവ് ചെയ്യുന്ന സമയത്ത് അത് നോക്കാം. ക്ലസ്റ്റർ ഇന്നോവേഷൻ സെന്റർ എന്നാണ് CICയുടെ ഫുൾ ഫോം. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 2011 അഫിലിയേറ്റഡ് ടു ഡൽഹി യൂണിവേഴ്സിറ്റി. പിന്നെ ഫണ്ടിങ് ഒബ്വിയസ്ലി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇന്നോവേഷൻ ത്രൂ ഹാൻഡ്സ് ഓൺ പ്രാക്ടിക്കൽ ആൻഡ് റിസർച്ച് ബേസ്ഡ് ലേണിംഗ്. ദെൻ പിന്നെ അതിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ഇത് പറയുന്നത്. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇന്നോവേഷൻ ആദ്യമായിട്ട് ഒരു ക്രെഡിറ്റ് ബേസ്ഡ് കോഴ്സ് ആയിട്ട് കൊണ്ടുവരുന്നത് ഈ ക്ലസ്റ്റർ ഇന്നോവേഷൻ സെന്റേഴ്സിലൂടെയാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് അധികം ഡൗട്ട് വരാൻ ചാൻസ് ഇല്ല. ഇത് ഇത്ര മാത്രം പഠിച്ചാൽ മതി. ഞാൻ പറഞ്ഞ പോലെ ഫോർ എക്സാമ്പിൾ ഒരു കുട്ടിക്ക് മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്നത് ഇഷ്ടമാണ്, അതുപോലെ തന്നെ പ്ലാന്റ്സും ഭയങ്കര ഇഷ്ടമാണ്, ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഫോർ എക്സാമ്പിൾ ഈ കുട്ടി എന്താ ചെയ്യുക, ഓക്കെ, ഈ ചെടി നനക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാം. അലാറം വെച്ചിട്ടായാലും അത് ചെയ്യാൻ പറ്റും, പക്ഷെ കുട്ടി ഇങ്ങനെ ചെയ്യാം. ഒരു എക്സാമ്പിളിന് വേണ്ടി പറയാം. അപ്പം ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ട് കുട്ടി മുന്നോട്ട് വന്നാൽ കുട്ടിക്ക് എന്ത് കിട്ടും, ക്രെഡിറ്റ് കിട്ടും. അത് ആ സബ്ജക്റ്റിൽ കുട്ടിക്ക് പഠിക്കാൻ ചെയ്യാനും പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് ക്ലസ്റ്റർ ഇന്നോവേഷൻ. നമുക്ക് അടുത്ത നോക്കാൻ പോകുന്നത് റുസയാണ്, രാഷ്ട്രീയ ഉച്ചത ശിക്ഷാ അഭിയാൻ. ഓക്കെ, അപ്പൊ റുസ എന്താന്ന് വെച്ചാൽ അതിന്റെ ഫുൾ ഫോം നമ്മൾ ഉറപ്പായിട്ടും പഠിക്കണം. ഇത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള പോർഷൻ ആണ്. ഫസ്റ്റ് വന്ന് രാഷ്ട്രീയ ഉച്ചത ശിക്ഷാ അഭിയാൻ. ഇറ്റ്സ് ഫുൾ ഫോം രാഷ്ട്രീയ ഉച്ചത ശിക്ഷാ അഭിയാൻ. അത് 2013 കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റീസിന് അവരൊരു പ്ലാൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു അവിടെ യൂണിവേഴ്സിറ്റിക്ക് ഓക്കെ ലൈബ്രറി ഫെസിലിറ്റി വേണം, അല്ലെങ്കിൽ അവിടെ കുറച്ചുകൂടെ ബിൽഡിങ്സിന്റെ ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ അവരൊരു പ്ലാനുമായിട്ട് വരും. ആ പ്ലാൻ നമ്മുടെ റുസയ്ക്ക് സബ്മിറ്റ് ചെയ്യും. അപ്പൊ റുസ എന്ത് ചെയ്യും, ഇവർക്ക് പൈസ കൊടുക്കും. അവരുടെ എന്താ ഇൻഫ്രാസ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്യാനോ, അല്ലെങ്കിൽ എന്താ ലൈബ്രറി ഫെസിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനോ ഒക്കെ. ഞാൻ പഠിച്ചിട്ടുള്ള കോളേജിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ റുസാന്ന് എഴുതിയ ഒരു അൽമര ഉണ്ടായിരിക്കും, ഒരു അലമാര ഉണ്ടായിരിക്കും. അതിനകത്ത് കുറെ ബുക്ക് ഉണ്ടായിരിക്കും. പക്ഷെ വായിക്കാൻ ചോദിച്ചാലൊന്നും തരത്തില്ല. അത് എന്തൊക്കെയോ വലിയ പ്രോസസ് ഉണ്ട്, അത് വായിക്കാൻ കിട്ടാം, അങ്ങനെയൊക്കെ പറയും. അപ്പം റുസ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ലൈബ്രറി ഫെസിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ, ഇൻഫ്രാസ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ, അതിനൊക്കെ കോളേജസിന് അവരൊരു പ്ലാൻ കൊടുക്കുന്ന സമയത്ത് പൈസ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് റുസക്കകത്തുള്ളത്.
ഇതിന് വേറെയും ഫങ്ഷൻസ് ഉണ്ട്. ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ, അതായത് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ. ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിൽ എഡ്യൂക്കേഷനിൽ എൻറോൾ ചെയ്തേക്കുന്ന കുട്ടികളുടെ എണ്ണമാണ് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എത്രയെന്ന് എത്ര ആക്കുക, 17% എന്ന് 25% ആക്കുക. അതാണ് ഇതിന്റെ എയിം, ക്രൂസൈഡ് ഒരു എയിം ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. Then the second one was to give better facilities and education in state colleges and universities. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈബ്രറി ഫെസിലിറ്റി അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ അതൊക്കെ സ്റ്റേറ്റ് കോളേജസിലും യൂണിവേഴ്സിറ്റിയിലും ഇംപ്രൂവ് ചെയ്യാം. പിന്നെ ടു സപ്പോർട്ട് ന്യൂ കോളേജസ് ആൻഡ് ഇംപ്രൂവ് ഓൾഡ് വൺസ്. പഴയ കോളേജസിനെ ഇംപ്രൂവ് ചെയ്യാം, പുതുതായിട്ട് വരുന്ന കോളേജസിനെ മോണിറ്ററി സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇതിന്റെ ഫണ്ടിങ്ങിന്റെ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പൊ ഇതിന്റെ ഫണ്ടിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും സപ്പോർട്ട് ചെയ്യണം. സെൻട്രൽ ഗവൺമെന്റ് 65%, അപ്പൊ 100 രൂപ ആണെങ്കിൽ 65 രൂപ സെൻട്രൽ ഗവൺമെന്റ് കിട്ടണം, 35 രൂപ സ്റ്റേറ്റ് ഗവൺമെന്റ് കിട്ടണം. പക്ഷേ ഇൻ കേസ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, അതായത് ഈ മറ്റേ നോർത്ത് ഈസ്റ്റിലുള്ള സ്റ്റേറ്റ്സിന്റെ കാര്യത്തിലാണെങ്കിൽ, അതായത് മണിപ്പൂർ, ആസാം അങ്ങനെയുള്ള സ്ഥലത്തിന്റെ കാര്യത്തിലാണെങ്കിൽ സെൻട്രല് 90 രൂപയിടും, സ്റ്റേറ്റ്സ് എന്തിടും 10 രൂപ എടുത്തുള്ളൂ. സോ അതാണ് ഇതിന്റെ ഫണ്ടിങ്ങിനെ പറ്റി പറയാനുള്ളത്. ഇത് നിങ്ങൾ ഓർത്ത് വെക്കാനുള്ളത് ഇതിന്റെ ഈ 2013 ഇതിന്റെ ഫുൾ ഫോം, പിന്നെ എത്രയാണ് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ കൂട്ടാനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ഇതിന്റെ ഫണ്ടിങ്. ഓക്കെ, ഇതിൽ വേറെ സംശയമില്ലെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, റുസെക്ക അണ്ടറിലുള്ള പ്ലാൻസിനെ പറ്റിയാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിന്റെ പ്ലാൻ പ്രകാരം എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസും 20 കോളേജസിനെ സപ്പോർട്ട് ചെയ്യണം. അതായത് it proposes to set up 800 new colleges under central universities, 40 central universities covering 20 colleges each. അതായത് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റീസും അതിന്റെ അണ്ടറിൽ അഫിലിയേറ്റഡ് ആയിട്ട്, മീൻസ് ഡയറക്ട്ലി ലിങ്ക്ഡ് അല്ല, മീൻസ് അഫിലിയേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ത് ചെയ്യണം, ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യണം, 20 യൂണിവേഴ്സിറ്റീസിനെ സപ്പോർട്ട് ചെയ്യണം. അതായത് അതിന്റെ സിലബസ് ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 20 കോളേജസിനെ എന്ത് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ആണ്. Then these colleges will be guided by central universities. Each central university will help 20 colleges. അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് ആണ്, കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ എഴുതിയതാണ്. അപ്പൊ 20 കോളേജസിന് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹെൽപ്പ് ചെയ്യണം. Then 400 new cluster universities will be formed by joining small colleges together. അതായത് ക്ലസ്റ്റർ യൂണിവേഴ്സിറ്റീസ് ഫോം ചെയ്യുക, അതായത് ചെറിയ ചെറിയ കോളേജസിനെ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 400ഓളം ക്ലസ്റ്റർ യൂണിവേഴ്സിറ്റീസ് ഫോം ചെയ്യുന്നതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. And it would also provide opportunities for working class for improving their academic and professional qualification. അതായത് ഈ വർക്കിംഗ് പ്രൊഫഷണൽസിന് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റെഗുലർ ആയിട്ട് മോർണിംഗ് ടു ഈവനിങ് വന്നിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ ഈ റുസയില് ഈവനിങ് കോളേജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് വൈകുന്നേരം വന്ന് പഠിക്കാം, അതായത് വർക്കിംഗ് പ്രൊഫഷണൽസിന് ഈവനിങ് ക്ലാസ്സസിൽ ജോയിൻ ചെയ്ത് പഠിക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റ് റുസയിലുണ്ട്. അതാണ് ഈ ലാസ്റ്റ് പോയിന്റ് പറയുന്നത്. ഇറ്റ് വുഡ് ഓൾസോ പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ടു വർക്കിംഗ് ക്ലാസ് ഫോർ ഇംപ്രൂവിംഗ് ദർ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി പ്ലാൻസ് അണ്ടർ റൂസ. ദെൻ ഇതിനകത്ത് ഫണ്ടിങ് എങ്ങനെ വരുന്നതെന്നാണ് അടുത്ത പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിൽ ഫണ്ട് വരും, അത് സ്റ്റേറ്റ് ഗവൺമെന്റിലോട്ട് പോകും. അതായത് ഈ സ്റ്റേറ്റ് ഗവൺമെന്റിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിനാണല്ലോ ഇത് പ്രധാനമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അത് സ്റ്റേറ്റ് ഗവൺമെന്റിൽ വരും. ദെൻ SHEC, അത് നമ്മൾ മുന്നുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു, സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ. അത് കഴിഞ്ഞിട്ട് അത് ഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ട് പോകും, കോളേജസിലോട്ടോ യൂണിവേഴ്സിറ്റീസിലോട്ടോ പോകും. അപ്പോ ഇനി അടുത്ത എങ്ങനെ ഇവർക്ക് റുസെന്ന് ഫണ്ട് കിട്ടും, അതാണ് നമ്മൾ ഇനി അടുത്ത പറയാൻ പോകുന്നത്. അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലാസ് തുടങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഹയർ എഡ്യൂക്കേഷൻ പ്ലാൻ എന്ത് ചെയ്യണം, എല്ലാ യൂണിവേഴ്സിറ്റീസും കൊണ്ടുവരണം. ആ പ്ലാനിൽ എന്തൊക്കെ ഉണ്ടാവണം, അവരെങ്ങനെ ആക്സസ് ഇംപ്രൂവ് ചെയ്യും, എങ്ങനെ കൂടുതൽ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കും, പിന്നെ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രൂപ്പിനും എല്ലാ കാറ്റഗറിയിൽ നിന്നുള്ള ആൾക്കാർക്കും എങ്ങനെ എഡ്യൂക്കേഷൻ കൊടുക്കും, അതായത് ബെറ്റർ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എങ്ങനെ പ്രൊവൈഡ് ചെയ്യും, എക്സലൻസ്, ദാറ്റ് ഈസ് അബൌട്ട് എക്സലൻസ്.
അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് അവരൊരു ഹയർ എഡ്യൂക്കേഷൻ പ്ലാൻ തയ്യാറാക്കണം. ഈ പ്ലാൻ അനുസരിച്ച് ഈ റുസ ഡിസൈഡ് ചെയ്യും ഈ പ്ലാൻ എന്താ അടിപൊളിയാണോ അല്ലെങ്കിൽ നോക്കിയിട്ട് അവർക്ക് ഫണ്ട് കൊടുക്കത്തുള്ളൂ. അപ്പം ഇതിനകത്ത് മെയിൻ ഡിസിഷൻ മേക്കിംഗ് ബോഡി അറ്റ് ദ നാഷണൽ ലെവൽ എന്ന് പറഞ്ഞാല് നാഷണൽ മിഷൻ അതോറിറ്റിയാണ്. ഈ റുസയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഡിസിഷൻ എല്ലാം എടുക്കുന്നത് നാഷണൽ മിഷൻ അതോറിറ്റിയാണ്. രണ്ടാമത്തത് പ്രൊജക്ട് അപ്രൂവൽ ബോർഡ്. ഈ പ്രൊജക്ട് അപ്രൂവൽ ബോർഡ് എന്ന് പറഞ്ഞാല് ആരൊക്കെ തന്ന പ്രൊജക്ട്സിനാണ് അപ്രൂവൽ കൊടുക്കേണ്ടത്. മീൻസ് ചിലപ്പോൾ ചുമ്മാ പൈസക്ക് വേണ്ടിയിട്ട് മാത്രം പ്രൊജക്ട് പ്രപ്പോസൽ എഴുതുന്ന ആൾക്കാരുണ്ട്. അവർക്കല്ല, കുറച്ചുകൂടി എന്താ അപ് ടു ഡേറ്റ് ആയിട്ട് ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് എഴുതുന്ന ആൾക്കാരില്ലേ, അവർക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, ഫണ്ട് കൊടുക്കാനുള്ളത്. അപ്പൊ ഈ പ്രൊജക്ട് അപ്രൂവൽ ബോർഡാണ് ഏതൊക്കെ പ്രൊജക്ടിന് ഫണ്ട് കിട്ടണമെന്ന് തീരുമാനിക്കുന്നത്. ദെൻ ദി തേർഡ് വൺ ഈസ് നാഷണൽ പ്രൊജക്ട് ഡയറക്ടറേറ്റ്. അതായത് നാഷണൽ ലെവൽ പ്രോഗ്രസ്, അതായത് ലൈക് എന്ത് ചെയ്യും, ഒരു എന്താ പ്രോഗ്രസ് അസസ് ചെയ്യുന്ന ഒരു ബോർഡാണ് നാഷണൽ പ്രൊജക്ട് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലെ എല്ലാ മീൻസ് ഏതൊക്കെ സ്റ്റേറ്റിലാണ് ഈ ഒരു പ്രൊജക്ട് പോകുന്നത്, അപ്പൊ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നത്, അതിനെ അസസ് ചെയ്യാം. അതാണ് നാഷണൽ പ്രൊജക്ട് ഡയറക്ടറേറ്റിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഈ സ്റ്റേറ്റ് ലെവലിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ആയിരിക്കും. അതിനാണ് ഡയറക്റ്റ് ആയിട്ട് ഫണ്ട് കിട്ടുന്നത്. അത് എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാവും. പിന്നെ സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടറേറ്റ്. അപ്പം ഇതാണ് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലുമുള്ള എന്താണ് ബോഡികൾ. ഇത് പ്രധാനമായിട്ടും മോണിറ്റർ ചെയ്യുന്ന ബോഡികൾ. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് പറഞ്ഞാല് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്. അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് 1924 ഷിംല വൈസ് ചാൻസലർ കോൺഫറൻസിലാണ് ഇൻഫോർമലി രൂപീകരിച്ചത്. ഓക്കെ, നമ്മുടെ ഈ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന്റെ അണ്ടറിൽ, അതായത് 1982 ആണ്, എനിക്കത് കറക്റ്റ് ഓർമ്മയില്ല. സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട്, അത് നിങ്ങൾക്ക് ഈ ഹയർ എഡ്യൂക്കേഷനിൽ ഇമ്പോർട്ടന്റ് അല്ല, സോഷ്യൽ വർക്കേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. സോ അതിന്റെ അണ്ടറിൽ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 1967 ഈ ഒരു അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് റീനെയിം ചെയ്ത് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ 1967 റീനെയിം ചെയ്തു. then it came to known as Association of Indian Universities in 1973. സോ ഇതിനകത്ത് 992 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഓൾ ടൈപ്പ് എല്ലാ ടൈപ്പ്, അതായത് സ്റ്റേറ്റ്, സെൻട്രൽ, പല ടൈപ്പിലുള്ള യൂണിവേഴ്സിറ്റീസ് ഈ ഒരു അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിന്റെ മെമ്പർ ആണ്. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇക്വാലൻസ് ആൻഡ് റെക്കഗ്നീഷൻ ആണ്. ഇക്വാലൻസ് ആൻഡ് റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞാൽ മീൻസ് നമ്മൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്ന ഒരു ട്രെൻഡാണ്. പല കുട്ടികളും പുറത്ത് യൂണിവേഴ്സിറ്റീസിൽ പോയി പഠിക്കുന്നുണ്ട്. അതായത് UK, കാനഡ, അങ്ങനെ പല യൂണിവേഴ്സിറ്റീസിലും പോയി പഠിക്കുന്നുണ്ട്. അപ്പം അവിടെയൊക്കെ കൊടുക്കുന്ന ഡിഗ്രി നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡിനനുസരിച്ച് ഉള്ളതാണ്. അപ്പം അതിനനുസരിച്ചിട്ടുള്ളതാണെങ്കിൽ ദേ വിൽ പ്രൊവൈഡ് ആൻ ഇക്വാലൻസ് സർട്ടിഫിക്കറ്റ്. അപ്പൊ അവരെന്ത് ചെയ്യും, കറക്റ്റ് അങ്ങനെ ആണെങ്കിൽ ഒരു ഇക്വാലൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതുപോലെ തന്നെ നിങ്ങൾ ചില ഇന്ത്യയിൽ തന്നെ ചില യൂണിവേഴ്സിറ്റീസിൽ കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്, ലൈക് MBA ഇക്വാലന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്വാലൻസ് സർട്ടിഫിക്കറ്റും കൂടി കുട്ടി പഠിച്ച ഡിഗ്രീന്റെ കൂടെ അറ്റാച്ച് ചെയ്യും. അപ്പൊ അതൊക്കെ ചെയ്യുന്നത് ആരാണ്, ഈ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആണ്. പിന്നെ ഇൻഫർമേഷൻ സർവീസ്. ഈ ഇൻഫർമേഷൻ സർവീസസിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ദേ പബ്ലിഷ് ദി യൂണിവേഴ്സിറ്റീസ് ഹാൻഡ് ബുക്ക്, മോണോഗ്രാഫ് ആൻഡ് വീക്ക്ലി പിയർ റിവ്യൂഡ് ജേർണൽ കോൾഡ് യൂണിവേഴ്സിറ്റി ന്യൂസ്. അപ്പൊ ഈ യൂണിവേഴ്സിറ്റി ന്യൂസും അതെന്നാണ് വന്നത്, യൂണിവേഴ്സിറ്റി ന്യൂസ് 1929 വന്നത്. അത് റിലീസ് ചെയ്യുന്നത് AIU ആണ്. പിന്നെ യൂണിവേഴ്സിറ്റി ഹാൻഡ് ബുക്ക്. ഈ ഒരു 2 പോയിന്റ് ആണ് നിങ്ങൾ ഇതിനകത്ത് പഠിച്ചു വെക്കേണ്ട. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർത്ത് വെക്കാം. ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കൊളാബറേഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഗെയിംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, സ്പോർട്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അവരുടെ വെബ്സൈറ്റ് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മീൻസ് അതിൽ സ്പോർട്ടിന്റെ ഒക്കെ രജിസ്ട്രേഷനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കയറി നോക്കാം. അതായത് നമ്മളിപ്പോ ഖേലോ ഇന്ത്യയിലാണെങ്കിലും ഈ കുട്ടികളെയൊക്കെ മൊബിലൈസ് ചെയ്തിട്ട് കൊണ്ടുവരുന്നത് AIU ആണ്.
പിന്നെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ട് ഈസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ IITസിനെയും IIMസിനെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പറഞ്ഞാൽ ദേ പ്രൊവൈഡ് ബെറ്റർ ക്വാളിറ്റി എഡ്യൂക്കേഷൻ അല്ലേ. അപ്പോ an institution is established by an act of parliament and is declared as institution of national importance. അതായത് ഒരു ആക്ട് ഓഫ് പാർലമെന്റ് വഴിയാണ് ഈ IITസും IIMസും വരുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആക്ട് 1961, പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് മാനേജ്മെന്റ് ആക്ട് 2017. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾ പഠിക്കുക. IIT ആണ്, IIM ആണ്. അത് ആക്ട് ഓഫ് പാർലമെന്റിൽ കൂടെയാണ് വരുന്നത്. ആൻഡ് ദേ വിൽ ബി ഡിക്ലെയർഡ് ആസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. ഇതാണ് ഇതിനകത്ത് വളരെ അധികം നോട്ട് ചെയ്ത് വെക്കേണ്ട. പക്ഷെ നിങ്ങൾ INI എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. പിന്നെ ഇത് നിങ്ങൾ ഈ 5 കാണാതെ പഠിച്ച് വെക്കണം. അതിന് വേറെ വഴിയൊന്നുമില്ല. റിസർച്ച് കൗൺസിൽസ് ആണ്. ഫസ്റ്റ് വൺ ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ 2 അപ്പെക്സ് ബോഡീസ് 2ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ രണ്ടാമത്താണ് റിസർച്ച് കൗൺസിൽ. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്, ICSSR. അത് ലൊക്കേറ്റ് ചെയ്തേക്കുന്ന ന്യൂഡൽഹിയിലാണ്. ഈ ICSSRനൊക്കെ നമ്മുടെ ഓരോരോ യൂണിവേഴ്സിറ്റീസ് നമ്മുടെ സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണെങ്കിൽ പ്രപ്പോസൽ എഴുതും. പ്രപ്പോസൽ എഴുതിയിട്ട് അവർക്ക് എന്താ ഇപ്പം ഒരു പ്രൊഫസർ പ്രപ്പോസൽ എഴുതാണ് ഒരു 10 ലക്ഷത്തിന്റെ പ്രൊജക്ട്. അപ്പം ICSSR ഇത് അക്സെപ്റ്റ് ചെയ്തിട്ട് അവർക്ക് 10 ലക്ഷം കൊടുക്കും. അത് 2 ടൈമായിട്ടായിരിക്കും കൊടുക്കുന്നത്. ആദ്യം 5 ലക്ഷം കൊടുക്കും, പിന്നെ 5 ലക്ഷം കൊടുക്കും. പക്ഷെ ICSSRലുള്ള പ്രൊജക്ടിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാലറി കറക്റ്റ് സമയത്ത് കിട്ടത്തില്ല. ബിക്കോസ് ഞാൻ ICSSRന്റെ ഒരു പ്രൊജക്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ രണ്ടാമത്തത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസോഫിക്കൽ റിസർച്ച്, ICPR ന്യൂഡൽഹി. ഇതൊക്കെ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, ഇതിന്റെയൊക്കെ ഫുൾ ഫോം ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ. പിന്നെ സെന്റർ ഫോർ സ്റ്റഡീസ് ഇൻ സിവിലൈസേഷൻ, പ്രൊജക്ട് ഓഫ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ സയൻസ്, ഫിലോസഫി ആൻഡ് കൾച്ചർ. ഈ PHI SPCയുടെ ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടില്ല. Then Indian Council of Historical Research, Guwahati. Then 5th one is National Council of Rural Institute, NCRI, Hyderabad. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം കാണാതെ പഠിച്ച് വെക്കാം. പിന്നെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും ഉണ്ട്, ICMR ഉണ്ട്. പിന്നെ എന്താ, ഇത് ക്ലാസിക്കൽ ലാംഗ്വേജസിനാണ്. ക്ലാസിക്കൽ ലാംഗ്വേജസിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. നമുക്കൊരു 6 ക്ലാസിക്കൽ ലാംഗ്വേജസ് ഉണ്ട്. അപ്പം ആദ്യം ക്ലാസിക്കൽ ലാംഗ്വേജ് അതിന്റെ പട്ടം കിട്ടിയത് തമിഴിനാണ്. ലാസ്റ്റ് കിട്ടിയത് ഒഡിയയ്ക്കാണ്. പിന്നെ നമ്മുടെ മലയാളം ഒരു ക്ലാസിക്കൽ ലാംഗ്വേജ് ആണ്. അപ്പം ഈ ക്ലാസിക്കൽ ലാംഗ്വേജ് പട്ടം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. എന്താന്ന് പറഞ്ഞാല് ഞാൻ നിങ്ങൾക്ക് അത് നോട്ടായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 1500 ലൈക്ക് ഹൈ ആന്റിക്വിറ്റി, അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാല്. ഹൈ ആന്റിക്വിറ്റി എന്ന് പറഞ്ഞാല് ഒരു 1500-2000 വർഷം പഴക്കമുള്ള ടെക്സ്റ്റുകൾ ഉണ്ടായിരിക്കണം. അതിനകത്ത് ലിറ്ററേച്ചറുകൾ ഉണ്ടായിരിക്കണം. ഇപ്പൊ തമിഴ് അല്ലെങ്കിൽ സംസ്കൃതം ആയാലും മലയാളം നോക്കിയാലും ഒരു 1500-2000 വർഷം പഴക്കമുള്ള ടെക്സ്റ്റ് അതിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ അതിനകത്ത് പറയുന്ന വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാല് അതിന്റെ പഴയ ഫോമിൽ നിന്ന് പുതിയ ഫോമിലോട്ട്, അതായത് മുന്നേ ആൾക്കാർ സംസാരിച്ചിരുന്ന ഭാഷയിൽ നിന്ന്, അതായത് ഇത് ഉത്ഭവിച്ച സമയത്ത് ആൾക്കാർ സംസാരിച്ച ഭാഷയിൽ നിന്ന് ഇപ്പൊ സംസാരിക്കുന്ന ഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടായിരിക്കണം. അപ്പൊ മലയാളത്തിന്റെ കാര്യം നമ്മളിപ്പം മലയാളം പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്ന BA മലയാളം അല്ലെങ്കിൽ ഓപ്ഷണൽ ആയിട്ട് എടുത്ത് പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും പഴയ ടെക്സ്റ്റ് എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഭാഷ എങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു 4 ക്രൈറ്റീരിയ ഉണ്ട്. ആ 4 ക്രൈറ്റീരിയ ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോ ഇങ്ങനെ ഒരു 4 ക്രൈറ്റീരിയ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ക്ലാസിക്കൽ ലാംഗ്വേജ് പട്ടാൻ കിട്ടും. ഇപ്പൊ ഹിന്ദി എന്തുകൊണ്ടാണ് നാഷണൽ ലാംഗ്വേജ് ആവാത്തതെന്ന് ചോദിച്ചാലുള്ള കാര്യം എന്ന് പറഞ്ഞാല് അത് 1500-2000 വർഷം പഴക്കമുള്ള ടെക്സ്റ്റ് അതിനകത്തില്ല. അതൊരു റീസൺ ആയിട്ട് പറയാം. പിന്നെ മെനി റീസൺസ് വിൽ ബി ദയർ. പക്ഷെ അതൊന്നും ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഈ നെറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. പിന്നെ മറ്റേ നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യും. പിന്നെ അക്രഡിഷൻ, അതായത് നാക്കിനെ പറ്റിയാണ് അടുത്ത് പോകുന്നത്. നാക്കിനെ പറ്റി പറയും. പിന്നെ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിഷനെ പറ്റി പറയും. അക്രഡിഷൻ ബോർഡിനെ പറ്റി പറയും. സോ നാക്ക് ഞാൻ അന്ന് നിങ്ങൾക്ക് ഒരു PDF ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നാക്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ
യുജിസിന്റെ ഒരു ബോഡിയാണ്. അത് 1994 എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ബാംഗ്ലൂരാണ്. അതിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടു അസസ് ആൻഡ് അക്രഡിറ്റ്. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആരും ഗ്രൂപ്പ് ഒന്നും പോകരുത്, സോറി, ആരും മീറ്റിംഗ് ഒന്നും പോകരുത്, ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന് പറഞ്ഞ്. പണ്ട് എനിക്ക് ആ സ്വഭാവം ഉണ്ടായിരുന്നു. ഓക്കെ, ആരെങ്കിലും പറയാം അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന അപ്രൂവൽ ആണ് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം ഒരു യൂണിവേഴ്സിറ്റി ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടും? നാക്കിന്റെ വക അക്രഡിറ്റേഷൻ കിട്ടും. The primary function of NAAC is to assess and accredit institutions of higher learning in India, including universities, colleges and departments. അതായത് യൂണിവേഴ്സിറ്റീസിന്, കോളേജസിന്, ചില മീൻസ് യൂണിവേഴ്സിറ്റീസിനകത്തുള്ള ഡിപ്പാർട്ട്മെന്റ്സിന് അതിനെയൊക്കെ അക്രഡിറ്റ് ചെയ്യുക. ലൈക്ക് ഇപ്പൊ നമ്മളിപ്പോ TS നോക്കുകയാണെങ്കിൽ ഇപ്പൊ സോഷ്യൽ വർക്കിൽ തന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതായത് എന്താ, ക്രിമിനോളജി ഉണ്ട്, ചിൽഡ്രൻ ആൻഡ് ഫാമിലി വെൽഫെയർ ഉണ്ട്, പിന്നെ ട്രൈബൽ സ്റ്റഡീസ് ഉണ്ട്. അങ്ങനെ കുറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പം ചില സ്ഥലങ്ങളിൽ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റ്സിനെ അക്രഡിറ്റ് ചെയ്യും. അങ്ങനെ പല രീതിക്കുള്ള അക്രഡിറ്റേഷൻ നാക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. ഇതിന്റെ പ്രോസസ് ആണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. NAAC carries out an evaluation process based on a set of criteria to assess the quality of education and facilities in institution. അതായത് നാക്കിന്റെ അക്രഡിറ്റേഷന് ഒരു 7 ക്രൈറ്റീരിയ ഉണ്ട്. ഈ 7 ക്രൈറ്റീരിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ 7 ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ PPT വർക്ക് ആക്കാനാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തില്ല, ആ ക്രൈറ്റീരിയ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അതെന്ന് പറഞ്ഞാൽ 7 ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഇസ് കരിക്കുലർ ആസ്പെക്ട്, സെക്കൻഡ് വൺ ഇസ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ, പിന്നെ മൂന്നാമത്തെ റിസർച്ച് ഇന്നോവേഷൻ ആൻഡ് എക്സ്റ്റൻഷൻ, പിന്നെ നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ലേണിംഗ് റിസോഴ്സസ്, 5 സ്റ്റുഡന്റ് സപ്പോർട്ട് ആൻഡ് പ്രൊഫഷൻ, 6 ഗവേണൻസ് ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്, 7ാമത്തെ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ്. അപ്പൊ ഇത് ഓരോന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോ ഈ കരിക്കുലർ ആസ്പെക്റ്റിൽ പറഞ്ഞേക്കുന്ന പറഞ്ഞാല് മീൻസ് അവര് ഫ്ലെക്സിബിലിറ്റി എത്രമാത്രം ഉണ്ട്, ഈ അക്കാഡമിക് സ്ട്രക്ചറിലുള്ള ഫ്ലെക്സിബിലിറ്റി എത്രമാത്രമാണ്. പിന്നെ ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഓരോരോ സെമസ്റ്റർ കഴിയുന്ന സമയത്തേക്കും നമ്മുടെ പ്രൊഫസേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫോം കിട്ടും. മീൻസ് നമ്മൾ ഹാൾ ടിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ പ്രൊഫസേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യണം, അവർക്ക് മാർക്ക് കൊടുക്കണം. ഒരു അഞ്ചിലായിട്ട് എന്താ ഗുഡ്, വെരി ഗുഡ്, അങ്ങനെ ഒരു 5 ഇതുണ്ട്. അപ്പം 5ന് നമ്മൾ മാർക്ക് കൊടുക്കണം. അപ്പം അതിനകത്ത് ഇങ്ങനെ കൊടുത്തേക്കെന്ന് വെച്ചാൽ കറക്റ്റ് സമയത്തിന് ടീച്ചർ ക്ലാസ്സിൽ എത്തുന്നുണ്ടോ, പിന്നെ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്താണോ ക്ലാസ് എടുക്കുന്നത്, പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ കുറച്ച് ഒരു 10-15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം നമ്മൾ ഇഷ്ടമില്ലാത്ത ടീച്ചർമാർക്ക് നമ്മൾ കുറച്ച് മാർക്ക് കൊടുക്കും, ഇഷ്ടമുള്ള ടീച്ചർമാർക്ക് നല്ല മാർക്ക് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം എങ്ങനെയാണ്, അതൊക്കെയാണ് ഈ കരിക്കുലർ ആസ്പെക്റ്റിൽ നോക്കുന്നത്. രണ്ടാമത്തെ ടീച്ചിങ് ലേണിംഗ്. ഈ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റത്തിൽ ടീച്ചർമാർക്ക് ഒരു എത്രയോ പോയിന്റ് വേണം, ഒരു 3ൽ കൂടിയ പോയിന്റ് വേണം തോന്നുന്നു. അപ്പം അങ്ങനെ ഇല്ലാത്ത ടീച്ചർമാർക്ക് എന്തോ എന്താ പ്രൊമോട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. സോ അതാണ് കരിക്കുലർ ആസ്പെക്റ്റിൽ വരുന്നത്. ദെൻ ടീച്ചിങ് ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ. ഈ ടീച്ചിങ് ലേണിംഗ് ഇവാലുവേഷനിൽ ഈ ടീച്ചറിന്റെ ക്വാളിറ്റി, എന്തുമാത്രം സ്റ്റുഡൻസ് എൻറോൾ ചെയ്തിട്ടുണ്ട്, ഇവാലുവേഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, പിന്നെ അതൊക്കെയാണ് ഈ ടീച്ചിങ് ലേണിംഗ് ആൻഡ് ഇവാലുവേഷനിൽ വരുന്നത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ റിസർച്ച് ഇന്നോവേഷൻ ആൻഡ് എക്സ്റ്റൻഷൻ. നിങ്ങളെല്ലാവർക്കും ഓഡിബിൾ അല്ലേ? ഹലോ, ഓഡിബിൾ ആണ്.
ഓക്കെ, മൂന്നാമത് നല്ല റിസർച്ച് ഇന്നോവേഷൻ ആൻഡ് എക്സ്റ്റൻഷൻ. റിസർച്ച് ഇന്നോവേഷൻ ആൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാല് റിസർച്ച് ഫെസിലിറ്റീസ് എത്രമാത്രം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ മുന്നേ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ, ICSSR എന്നൊക്കെ പ്രൊജക്ട് കിട്ടും, പ്രപ്പോസൽ എഴുതിയ അതൊക്കെ എന്തുമാത്രം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഔട്ട്റീച്ച് ആക്ടിവിറ്റീസ് എത്രയുണ്ട്. ലൈക് ഇപ്പൊ എനിക്ക് സോഷ്യൽ വർക്കിന്റെ കോണ്ടെക്സ്റ്റ് മാത്രമേ എക്സാമ്പിൾ എനിക്ക് കൂടുതൽ തരാൻ പറ്റൂ. കാരണം വെച്ചാൽ ഔട്ട്റീച്ച് ആക്ടിവിറ്റി വെൻ ഇറ്റ് കംസ് ടു സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ മെഡിക്കൽ ക്യാമ്പ് കണ്ടക്ട് ചെയ്യും, അല്ലെങ്കിൽ റൂറൽ ഏരിയാസിൽ പോയിട്ട് കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കൺസെപ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു മൊബിലൈസേഷൻ അല്ലെങ്കിൽ അവയർനെസ്, സെൻസിറ്റൈസേഷൻ, അതൊക്കെ എന്തുമാത്രം യൂണിവേഴ്സിറ്റി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതാണ് എന്താണ് നമ്മുടെ റിസർച്ച് ഇന്നോവേഷൻ ആൻഡ് എക്സ്റ്റൻഷൻ. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഔട്ട്റീച്ച് ആക്ടിവിറ്റി എന്നാണ് അതിന്റെ മീനിങ്. സോ നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ലേണിംഗ് ആൻഡ് റിസോഴ്സസ്. അതായത് അതിലെന്തായിരിക്കും പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ലേണിംഗ് ആൻഡ് റിസോഴ്സസിൽ എന്തായിരിക്കും കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത്? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ബാസിലെ എന്താ ഇൻഫ്രാസ്ട്രക്ചറിൽ ഉൾപ്പെടുത്തുന്നത്? ലാസ്റ്റ് പറഞ്ഞ ക്ലിയർ ആയില്ല. എന്താ ലാസ്റ്റ് പറഞ്ഞ ക്ലിയർ ആയില്ല. ക്ലാസ് റൂം ആണോ? ആ, ക്ലാസ് റൂം, ലൈബ്രറി ഫെസിലിറ്റി, IT ഫെസിലിറ്റി, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ എന്തിൽ ഉൾപ്പെടുത്താൻ ഇൻഫ്രാസ്ട്രക്ചർ ലേണിംഗ് റിസോഴ്സസിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ എങ്ങനെ ക്യാമ്പസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതൊക്കെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ലേണിംഗ് ആൻഡ് റിസോഴ്സസിൽ വരും. പിന്നെ സ്റ്റുഡന്റ് സപ്പോർട്ട് ആൻഡ് പ്രോഗ്രഷൻ, അലൂമിനീസ് എന്തുമാത്രം എൻഗേജ്ഡ് ആണ്, പിന്നെ എന്താ സ്റ്റുഡൻസിനെ എങ്ങനെ മെന്റർ ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, അവർക്ക് കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് സ്റ്റുഡന്റ് സപ്പോർട്ട് ആൻഡ് പ്രോഗ്രഷനിൽ വരുന്നത്. പിന്നെ അടുത്തത് ഗവേണൻസ്, ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്. അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ്. അത് പിന്നെ എന്തുമാത്രം എക്കോ ഫ്രണ്ട്ലി ആണ് ക്യാമ്പസ് എന്നുള്ളത്, അല്ലെങ്കിൽ ക്യാമ്പസിന്റെ വാല്യൂസ്, അതിനെ പറ്റിയാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ് പറയുന്നത്. ഞാൻ സെപ്പറേറ്റ് PDF ആക്കിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഒരു കമ്പാരിസൺ ടേബിൾ പോലെ നാക്കും NIRF ചേർത്തിട്ട് ഞാനൊരു PDF വെച്ചിട്ടുണ്ട്. അത് ക്ലാസ് കഴിഞ്ഞിട്ട് ഷെയർ ചെയ്ത് തരാം. ഓക്കെ. ഓക്കെ, അപ്പൊ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? പിന്നെ NAC also publishes manuals and promotional materials to guide institutions through the process of assessment and accreditation. അപ്പം എങ്ങനെയാണ് ക്യാമ്പസുകൾ ഈ ഒരു അക്രഡിഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള മാനുവൽസും പ്രൊമോഷണൽ മെറ്റീരിയൽസും എന്ത് ചെയ്യുന്നുണ്ട്, NAC പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്കിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ ഓക്കെ, ഞാൻ PDF കാണിക്കാൻ നോക്കിയതാണ്, പക്ഷേ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു കമ്പാരിസൺ ടേബിൾ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അടുത്തത് ഓക്കെ, ഇതെന്തായാലും നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും. എന്ന് പറഞ്ഞാല് A++, നമുക്കിപ്പോ കേരള യൂണിവേഴ്സിറ്റി അറിയാം, A++ ആണ് കേരള യൂണിവേഴ്സിറ്റിക്ക് ഉള്ളത്. ഇതിന്റെ ഗ്രേഡിങ് നമ്മളിപ്പോ NIRF നോക്കുകയാണെങ്കിൽ അത് സ്കോറിങ് ഔട്ട് ഓഫ് 100 എത്ര മാർക്ക് കിട്ടിയെന്നാണ് നോക്കുന്നത്. പക്ഷെ നമ്മുടെ NAC നോക്കുകയാണെങ്കിൽ അവർ ഗ്രേഡിങ് ഔട്ട് ഓഫ് 5 അവർ നോക്കുന്നത്. അപ്പോൾ A++, A വെരി ഗുഡ്, ലൈക് A++ തൊട്ട് D വരെ നോക്കുന്നുണ്ട്. പക്ഷെ ഞാൻ C വരെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ A++ എന്ന് പറഞ്ഞാൽ എക്സലന്റ്, അടിപൊളി എന്നർത്ഥം. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ, TASS, പിന്നെ അങ്ങനെ കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഒക്കെ A++ കാറ്റഗറിയിലുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി A++ കാറ്റഗറിയിലുള്ളതായിട്ട് അറിയാമോ? അനീസിന് അറിയാമോ? കാലടി യൂണിവേഴ്സിറ്റി A+ ആണെന്ന് തോന്നുന്നു. കാലടി യൂണിവേഴ്സിറ്റി A++ ആണോ? A+ ആണെന്ന് തോന്നുന്നു. ഓക്കെ, എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. പക്ഷെ ഓക്കെ, താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ്. അപ്പോ പിന്നെ നമ്മൾ JNU അങ്ങനെ കുറച്ച് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ A++ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോ ഈ UGCന്റെ കയ്യിൽ നിന്ന് ഫണ്ടൊക്കെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ
ഈ നാക് അക്രഡിഷൻ എന്ന് പറഞ്ഞാൽ വോളണ്ടറി ആണ്, അതായത് വേണമെങ്കിൽ കൊടുത്താൽ മതി. അതായത് യൂണിവേഴ്സിറ്റി, ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സിറ്റിക്ക് വേണമെങ്കിൽ നാക് അക്രഡിഷന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൊടുക്കണ്ട. പക്ഷെ ഇത് കൊടുത്തില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് UGCന്റെ കയ്യിൽ നിന്ന് ഫണ്ട് കിട്ടാൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലൈക്ക് ഫണ്ടിങ് ഏജൻസിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് മിക്കുള്ള യൂണിവേഴ്സിറ്റീസ് എന്ത് ചെയ്യും, നാക് അക്രഡിഷന് കൊടുക്കും. മാത്രമല്ല ഈ നാക് ഇപ്പം അത്യാവശ്യം ഫേമസ് ആണ്. നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് നാക്കിന്റെ അക്രഡിഷൻ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും, ഉടനെ സ്റ്റാറ്റസ് ഇടും, സ്റ്റോറി ഇടും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ കൂടുതലും സ്റ്റുഡൻസും പ്രിഫർ ചെയ്യുന്നത്, സ്റ്റുഡൻസിനെ പോലെ തന്നെ പാരന്റ്സും പ്രിഫർ ചെയ്യുന്നത് നാക് അക്രഡിറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. അതുകൊണ്ട് നാക്കിന് മിക്ക യൂണിവേഴ്സിറ്റീസും കൊടുക്കും. പിന്നെ ഓക്കെ, അതിലെന്താ വലിയ ഡൗട്ടിലാണെന്ന് വിശ്വസിക്കുന്നത്. എനിക്ക് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടായി ഈ ക്ലാസ്സിന് അവസാനം ചോദിച്ചേ. പിന്നെ അടുത്തത് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അനീസ് ചോദിച്ച പോലെ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിഷൻ 1994 വന്നത്. നമ്മുടെ നാക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞ UGC ആണ് കൊണ്ടുവന്നെന്നാണ് പറഞ്ഞത്. അതുപോലെ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിഷൻ ആരാ കൊണ്ടുവന്നത്? AICTE, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. അപ്പം അതിന്റെ ഇയറും കാര്യങ്ങളും ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ PDF കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കാം. എന്റെ പർപ്പസ് എന്ന് പറഞ്ഞാല് എഞ്ചിനീയറിംഗ്, ടെക്നോളജി, മാനേജ്മെന്റ്, ഫാർമസി, ഇതിനൊക്കെ ഫാർമസി ഓഫ്. അപ്പൊ ഇതിനൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന ബോർഡാണ് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിഷൻ എന്ന് പറഞ്ഞത്. NBA evaluates technical courses offered in India, particularly in fields like engineering, technology, management. Its purpose is to ensure that institutions offering these courses meet the quality standards. അതായത് നാക്കിനെ പോലെ തന്നെ ഈ എഞ്ചിനീയറിംഗ്, ടെക്നോളജി, മാനേജ്മെന്റ്, ഫാർമസി ആ ഒരു ഏരിയയിൽ അക്രഡിറ്റ് ചെയ്യുന്ന ഒരു ബോർഡാണ് NBA എന്ന് പറഞ്ഞാല്. NBA ഇത് നമ്മുടെ നാക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിന് പറയാൻ പറ്റുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ദി അതോറിറ്റി ടു റെക്കഗ്നൈസ് ഓർ ഡീറെക്കഗ്നൈസ് പ്രോഗ്രാംസ് ബേസ്ഡ് ഓൺ ദെയർ ക്വാളിറ്റി. അപ്പം പക്ഷെ നാക്കിന് അത് ചെയ്യാൻ പറ്റത്തില്ല. ഈ റെക്കഗ്നൈസ് ഓർ ഡീറെക്കഗ്നൈസ് എന്ന് പറഞ്ഞാല് ഒരു പ്രോഗ്രാം ക്വാളിറ്റി ഇല്ലാത്തതാണെങ്കിൽ അതിനെന്താക്കാൻ വേണ്ടിയിട്ട് ക്യാൻസൽ ചെയ്യാനുള്ള കപ്പാസിറ്റി NBA ഉണ്ട്. സോ ഇനി നോൺ ഫണ്ടിങ് റോളാണ്, NBA നോൺ ഫണ്ടിങ് റോളാണ് അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അൺലൈക്ക് NAC, the NBA accreditation is not linked to funding. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാക്കിന്റെ അക്രഡിഷൻ ഉണ്ടെങ്കിൽ എന്ത് കിട്ടും? പൈസ കിട്ടും. പക്ഷെ NBA അക്രഡിഷൻ ഉണ്ടെന്ന് പറഞ്ഞ് പൈസ ഒന്നും കിട്ടത്തില്ല. ഇപ്പം നമ്മുടെ IIM ഒക്കെ നോക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യത്തില്ല, കൂടുതലായിട്ടും ചില ക്യാമ്പസ് NBA അക്രഡിഷൻ കൊടുക്കും. പക്ഷെ അവർ ഇന്റർനാഷണൽ ലെവലുള്ള അക്രഡിഷൻ മീൻസ് ബോർഡുകളായിരിക്കും അവർ കൂടുതൽ പരിഗണിക്കുക, NBA കൊടുക്കും. സോ unlike NAC, the NBA accreditation is not linked to funding. The accreditation is purely based on academic and infrastructure standards. And ഇൻഫ്രാസ്ട്രക്ചറും മീൻസ് അടിസ്ഥാന സൗകര്യങ്ങളും അക്കാഡമിക്സ് ഒക്കെ പരിഗണിച്ചിട്ടാണ് ഇതിന്റെ അക്രഡിഷൻ പ്രധാനമായിട്ടും പോകുന്നത്. പിന്നെ അക്രഡിഷൻ ബോർഡ് എന്ന് പറഞ്ഞാല് നമ്മുടെ മീൻസ് നമ്മുടെ ഈ എന്താ കാർഷിക് മീൻസ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് കാർഷിക ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് നമ്മുടെ എന്താണ് അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇല്ലേ, അത് അക്രഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോർഡാണ് എന്ത് പറയുന്നത്, അക്രഡിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ. അപ്പം അത് 1996 ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്, ഐക്കർ എന്ന് പറയും. അപ്പൊ നിങ്ങൾ ചില സയൻസ് സ്ട്രീം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാരായിരുന്നെങ്കിൽ ഐക്കറിന്റെ എക്സാം ഒക്കെ ചിലപ്പോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാനും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അറ്റൻഡ് ചെയ്തില്ല. സോ ദി അക്രഡിഷൻ ബോർഡ് അക്രഡിറ്റ്സ് അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇനി ഇതിനകത്ത് പറയാൻ പോകുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഇനി മുന്നേ ഉള്ളതിനകത്തുണ്ട്. അതായത് നാക്കിന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ 5 വർഷമാണ്, NBA വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ 3 to 6 years ആണ്. അതുപോലെ തന്നെ അക്രഡിഷൻ ബോർഡിന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ 5 to 10 years ആണ്. പക്ഷേ NIRF നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റാങ്കിങ് ഫ്രെയിംവർക്ക്, NIRFന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 വർഷം. അതായത് ആനുവലി വീണ്ടും അത് എന്ത് ചെയ്തോണ്ടിരിക്കും, അത് അപ്ഗ്രേഡ് ആയിട്ടോ അപ്ഗ്രേഡ് ചെയ്യണം, യൂണിവേഴ്സിറ്റീസ് അപ്ഗ്രേഡ് ചെയ്യണം. സോ ഇതിന്റെ ലിങ്ക് ടു ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ ദ അക്രഡിഷൻ പ്രോസസ് ഇസ് ഓഫൻ ലിങ്ക് ടു ഫണ്ടിങ് വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിസീവിംഗ് ഫണ്ട്സ് ഓൺ എ early basis after being accredited. അപ്പം ഈ ഒരു അക്രഡിഷന് പോയി നല്ല റാങ്ക് ഉണ്ടെങ്കിൽ ഈ അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്ത് കിട്ടും? പൈസ കിട്ടും.
പക്ഷെ ഇതിനകത്ത് പൈസ കിട്ടാത്തത് ആർക്കേ ഉള്ളൂ? നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷന് പോയ ആൾക്കാർക്ക് അതിന് വലിയ കാര്യമൊന്നുമില്ല, പൈസ ഒന്നും കിട്ടത്തില്ല. പക്ഷേ നമ്മുടെ നാക്കിന് എന്ത് കിട്ടും? പൈസ കിട്ടും, പൈസ. സോ അടുത്ത പറയാൻ പോകുന്നത് നോൺ കൺവെൻഷണൽ ലേണിംഗ്, നോൺ കൺവെൻഷണൽ എഡ്യൂക്കേഷനെ പറ്റിയാണ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്. നോൺ കൺവെൻഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ അല്ലെങ്കിൽ ഒരു ഫോർമൽ സ്ട്രക്ചേർഡ് ക്ലാസ് റൂംസിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനാണ് നമ്മൾ നോൺ കൺവെൻഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ചെയ്യുന്നതും നോൺ കൺവെൻഷണൽ എഡ്യൂക്കേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ ഇവിടെ ഇരിക്കുന്നു, നിങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗത്തിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഒരു ലാപ്ടോപ്പ് മീഡിയം ആക്കി അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴി മെറ്റീരിയൽസ് ഷെയർ ചെയ്ത് പഠിക്കണം. ഓക്കെ, അതാണ് നോൺ കൺവെൻഷണൽ എഡ്യൂക്കേഷന്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ട 2 കമ്പോണന്റ് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് വൺ ഇസ് ഓപ്പൺ ലേണിംഗ്. ഓപ്പൺ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫ്ലെക്സിബിൾ എഡ്യൂക്കേഷൻ ഫിലോസഫി ദാറ്റ് റിമൂവ്സ് ബാരിയർ ലൈക്ക് ഏജ്, ലൊക്കേഷൻ ഓർ പ്രയർ ക്വാളിഫിക്കേഷൻ. അതായത് ഒരു മീൻസ് നമ്മുടെ ഇപ്പൊ നമ്മളിപ്പോ കോളേജസിലായാലും എന്തുണ്ട്, നമുക്ക് ഒരു ബാരിയർ ഉണ്ട് എന്ന് പറഞ്ഞാല് നമ്മുടെ അടുത്തുള്ള കോളേജസ് ആണെങ്കിൽ നമുക്ക് പോയി പഠിക്കാൻ നല്ല എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് IIM ഒരു ഡിഗ്രി എടുക്കാം, മീൻസ് ഒരു ഫോർ എക്സാമ്പിൾ IITIM എന്തെങ്കിലും ഒരു കോഴ്സ് എടുക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് സാധിക്കില്ല. അതിന്റെ പൈസ ചെലവുണ്ടാവും, അല്ലെങ്കിൽ ലൊക്കേഷൻ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയർ ക്വാളിഫിക്കേഷൻ മുന്നേ നിങ്ങൾ ചിലപ്പോൾ ഡിഫറെന്റ് സ്ട്രീമിൽ നിന്നായിരിക്കും നിങ്ങൾ BA അല്ലെങ്കിൽ BSc ചെയ്തിട്ടുണ്ടാവും. അത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷെ ഓപ്പൺ ലേണിംഗ് വന്നതോടുകൂടി എന്തായി, കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയി. നമ്മുടെ കുറച്ച് ബാരിയർ ഉണ്ടല്ലോ, ഇപ്പൊ ഏജ് ആയാലും ലൊക്കേഷൻ ആയാലും പ്രയർ ക്വാളിഫിക്കേഷൻ ആയാലും അതൊക്കെ കുറച്ച് മാറി കിട്ടാൻ തുടങ്ങി ഓപ്പൺ ലേണിംഗ് വഴി. ഈ ഓപ്പൺ ലേണിംഗ് സാധ്യമാക്കുന്ന ഒരു മീഡിയം എന്ന് പറഞ്ഞാലാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇസ് എ മെത്തേഡ് ഓർ എ മോഡ് യൂസ് ടു ഡെലിവർ എഡ്യൂക്കേഷൻ റിമോട്ട്ലി യൂസിങ് ടൂൾസ് ലൈക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഓർ പ്രിന്റഡ് മെറ്റീരിയൽസ്. നമ്മളിപ്പോ ചെയ്യുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, അതാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിന്റഡ് മെറ്റീരിയൽ അവർ നമുക്ക് അയച്ചു തരും. പിന്നെ ഓൺലൈൻ ക്ലാസ്സസ് നമുക്ക് അറ്റൻഡ് ചെയ്യാം. പിന്നെ റീജിയണൽ സെന്റേഴ്സ് ഉണ്ടാവും, അവർ എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ അയക്കും. പിന്നെ നമ്മുടെ അസൈൻമെന്റ് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണം അവിടെ. അപ്പം ഇതാണ് ഓപ്പൺ ലേണിംഗ് സാധ്യമാക്കുന്ന മീഡിയമാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. Then distance education means the teacher and student are in different places and often not learning at the same time. ഓക്കെ, ഇപ്പൊ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത ഒരു കുട്ടി യൂട്യൂബിൽ പോയിട്ട് എന്ത് ചെയ്യാണ്, ഈ ക്ലാസ് എടുത്ത് നോക്കാണ്. അപ്പൊ എന്താ, അപ്പൊ മീൻസ് അതും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ്. അപ്പം ഈ ടീച്ചറും കുട്ടിയും 2 സ്ഥലത്താണ്. രണ്ടുപേരും, ഞാൻ ക്ലാസ് എടുത്ത ഒരു സമയത്താണ്, കുട്ടി പഠിക്കുന്നത് വേറൊരു സമയത്താണ്. അപ്പം ഇതും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. Learning happens through special study materials sent by post or digital media, teleconferencing, video conferencing, chat session, email, website. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഫോളോ ആക്കുന്നില്ല. Then communication happens through email, phone, video calls, website, and sometimes face-to-face sessions at nearby study center. Open learning means giving more freedom to students in how, when, and why, how, when, and where they study. അതായത് നമുക്ക് ഇഗ്നോ തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. മീൻസ് ഇഗ്നോ ഒരുപാട് പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഒരുപാട് ഡിപ്ലോമ 3 മാസം മുതൽ 2 വർഷം വരെയുള്ള കോഴ്സസ് നമുക്ക് ഇഗ്നോ ഓഫർ ചെയ്യുന്നുണ്ട് വിത്ത് ഫ്ലെക്സിബിൾ എൻട്രി, എക്സിറ്റ്, പേസ് ആൻഡ് മെത്തേഡ്. അതായത് ഇങ്ങനെ കുറച്ച് റെഗുലേഷൻ വെച്ചിട്ടുണ്ട്. ഇത്ര വർഷത്തിന് ഉള്ളിൽ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്താൽ മതി, ഇത്ര വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് അത് എഴുതി എടുക്കാം. നിങ്ങൾക്ക് മീൻസ് ഒരു സെമ്മിൽ എക്സാം നിങ്ങൾ മിസ്സായാലും നിങ്ങൾക്ക് നെക്സ്റ്റ് സെമസ്റ്ററിൽ എഴുതി എടുത്താൽ മതി. സോ അത്രയും ഫ്ലെക്സിബിൾ ആണ് ഇപ്പോഴത്തെ ഓപ്പൺ ലേണിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. പക്ഷേ നമ്മൾ 1960 ആ ഒരു സമയത്ത് വന്ന ഓപ്പൺ ലേണിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ അത് അത്ര ഫ്ലെക്സിബിൾ അല്ലായിരുന്നു. അതായത് കോത്താരി കമ്മീഷന്റെ റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ട് വന്ന ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സീറ്റ്സ് മാത്രമേ കൂടുതലുള്ളൂ. ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാം. അതായത് ഇവര് കറസ്പോണ്ടൻസ് മെറ്റീരിയൽ, അതായത് പോസ്റ്റ് വഴി മെറ്റീരിയൽസ് അയച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാം. പക്ഷേ എക്സാമിനേഷൻ സ്ട്രിക്റ്റ് ആണ്, ഷെഡ്യൂൾ സ്ട്രിക്റ്റ് ആണ്, ഭയങ്കര റിജിഡ് ആയിരുന്നു, റൂൾസ് ഒക്കെ ഭയങ്കര റിജിഡ് ആയിരുന്നു. അപ്പം അതാണ് അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം. ഓപ്പൺ ലേണിംഗ് മീൻസ്
1 minute. Okay. Open learning means giving more freedom to students in how, when, and where they study. It reduces restrictions and help people who can attend regular colleges, giving more access to education for all, especially undeserved. അതായത് ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നതാണ്, നിങ്ങൾക്ക് ഇതിനോടൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്ത് എക്സാമ്പിളാണ് കൊണ്ടുവരുന്നത്. സോ അതായത് സ്ത്രീകളുടെ കാര്യം, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിലെ കാര്യമാണ്, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ചില സ്ഥലങ്ങളുടെ കാര്യം പറയുന്നത്. എന്താണ്, ഒരു പരിധി കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ പെൺകുട്ടികളെ പഠിക്കാൻ വിടുന്നത് കുറവാണ്. പിന്നെ മീൻസ് ലൈക്ക് പാർട്ട്ണറിന്റെ ഇത് നോക്കണം, പാർട്ട്ണറിന്റെ ഇതുപോലെ ഇരിക്കും ചില സ്ഥലങ്ങളിൽ, എല്ലാ സ്ഥലത്തെ കാര്യമല്ല പറയുന്നത്, ഐ എം നോട്ട് ജനറലൈസിങ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽസിന് എന്തായിരിക്കും, ഇതുപോലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം വരുന്നതോടുകൂടി അവർക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. Then the next point is ODL is a term that accepts the philosophy of openness and uses distance mode of learning. അപ്പൊ ഈ ODL നിങ്ങൾ ചിലപ്പം എക്സാം പേപ്പർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കാണും. അപ്പൊ അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് ആണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞത്. ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഓപ്പൺനെസ് ആൻഡ് ഡിസ്റ്റൻസ് മോഡ് ഓഫ് ലേണിംഗ്. അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ എന്നാലും കാണുമ്പം ഇതിന്റെ ഫുൾ ഫോം അറിയാതിരിക്കരുത്. ഓക്കെ. So it enhances the gross enrollment ratio and democratization of higher education in large segments of the society. അപ്പം ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ കൂട്ടുക, അതായത് ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിൽ സ്കൂളിൽ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അല്ലെങ്കിൽ ലേണിംഗിനായിട്ട് എൻറോൾ ചെയ്ത കുട്ടികളുടെ എണ്ണം, അതായത് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ കൂട്ടുക എന്നുള്ളത് ഒരു എയിം. അപ്പൊ ഞാൻ ഈ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോന്റെ കാര്യം പറയുന്ന സമയത്ത് മീൻസ് അതിന്റെ ഫുൾ ഫോം ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ തോന്നുന്നു. അപ്പം ഈ ഐസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഞാൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിന്റെ NEP 2020 ന്യൂ എഡ്യൂക്കേഷൻ പോളിസിന്റെ ക്ലാസ് എടുത്ത സമയത്ത് ഇതിനെപ്പറ്റി മീൻസ് ഇങ്ങനെ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. ഇതാണ് ഈ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോനെ പറ്റിയൊക്കെ ഉള്ള സർവേ നടത്തുന്നത്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ലൈക് ഡെപ്തിൽ പഠിക്കും. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാല് പിന്നെ ഡെമോക്രറ്റൈസേഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ടു ലാർജ് സെഗ്മെന്റ് ഓഫ് സൊസൈറ്റി. അതായത് എല്ലാ സെക്ഷനിലുള്ള ആൾക്കാർക്കും എഡ്യൂക്കേഷൻ കൊടുക്കാം. സൊസൈറ്റിയിൽ പല നാനാ വിധത്തിൽ പല ഭാഗങ്ങളിലുള്ള ആൾക്കാർക്കും എഡ്യൂക്കേഷൻ കൊടുക്കാം. അതാണ് ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ മേജർ കോൺട്രിബ്യൂഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ടു റീച്ച് ഔട്ട് ടു ദി അൺറീച്ച്ഡ് ആൻഡ് ടു മീറ്റ് ദി ഡിമാൻഡ്സ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ്. ഓക്കെ, നിങ്ങൾ ഈ ലൈഫ് ലോങ് ലേണിംഗ് മാത്രം ശ്രദ്ധിക്കാം. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, ലൈക്ക് എനിക്കൊരു പ്രൊഫസർ ഉണ്ട്, പുള്ളിക്കാരൻ മീൻസ് ഏകദേശം അത്ര പ്രൊഫസറാ, ഓക്കെ, പ്രൊഫസറിന്റെ ടൈറ്റിലാണ് ഉള്ളത്, ഡെസിഗ്നേഷൻ പ്രൊഫസർ. അപ്പൊ പുള്ളിക്കാരൻ സ്റ്റിൽ CSRൽ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കാം, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പൊ സോഷ്യൽ വർക്ക് മനസ്സിലാവും. അപ്പം അതെവിടെ നിന്ന് വെച്ചാൽ ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം നമുക്ക് നമ്മുടെ പ്രായത്തിനൊന്നും ഒരു വിലയും കൊടുക്കാതെ നമുക്ക് ഇഷ്ടം പോലെ പഠിക്കാം, ലൈഫ് ലോങ് ലേണേഴ്സ് ആവാം. അത്രയും ലൈക്ക് ഒരു ഇൻക്വിസിറ്റീവ്നെസ് ഉള്ള ആൾക്കാർക്ക്, ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാർക്ക്, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കും കയറി നോക്കാം. ഇപ്പൊ ഇഗ്നോ ഒക്കെ കോഴ്സസ് ഓപ്പൺ ആകുന്ന സമയത്ത് ലൈക്ക് നിങ്ങൾക്ക് കയറി നോക്കാം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കോഴ്സസ് ഉണ്ടാവും. സോ So India is one of the largest DE systems in the world, second only to China. പക്ഷേ ചൈനയാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ആദ്യത്തെ ആൾ, അത് കഴിഞ്ഞിട്ട് ഇന്ത്യ ഉള്ളൂ. അപ്പം ഇന്ത്യയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ആൾക്കാരാണ് നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, അതിനൊരു എക്സാമ്പിളാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, പിന്നെ സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിൽ 13 സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. മീൻസ് അത് പ്യൂർലി എന്താ കൊടുക്കത്തുള്ളൂ, ഡിസ്റ്റൻസ് മോഡിൽ മാത്രമേ എഡ്യൂക്കേഷൻ കൊടുക്കത്തുള്ളൂ. പിന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പിന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറ്റ് സ്റ്റാൻഡ് അലോൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സബ്ജക്റ്റിൽ മാത്രം സ്പെസിഫൈ ചെയ്തേക്കുന്ന ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് നമ്മളെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി, ലോയിൽ മാത്രം ഫോക്കസ് ചെയ്തേക്കുന്ന, അല്ലെങ്കിൽ എന്താ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ മാത്രം ഫോക്കസ് ചെയ്തേക്കുന്ന. അപ്പോ
സോറി. അപ്പം ഇത്ര ഒരു സ്പെസിഫിക് ഏരിയയിൽ മാത്രം ഫോക്കസ് ചെയ്തേക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് സ്റ്റാൻഡ് അലോൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അവരും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡിസ്റ്റൻസ് മോഡിൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓക്കെ, നമുക്ക് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണ്ടുണ്ടായിരുന്ന കൊത്താരി കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരം വന്ന കറസ്പോണ്ടൻസ് കോഴ്സസ് എന്ന് പറഞ്ഞാല് കുറച്ച് റിജിഡ് ആയിരുന്നു, ഫ്ലെക്സിബിൾ അല്ലായിരുന്നു, അങ്ങനെ ഉള്ള ഒരു കാര്യം. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പഠിക്കാൻ പോവാം. So in the 1960s, an expert committee led by Dr. V.S. Kothari studied how to improve access to education in India. They saw that the correspondence courses എന്ന് പറഞ്ഞാൽ studying from home by receiving materials by post. അതായത് പോസ്റ്റ് വഴി മെറ്റീരിയൽസ് അയച്ചു കൊടുക്കും, അത് പ്രകാരം കുട്ടിക്ക് പഠിക്കാം. Where more flexible, more affordable and use new creative methods of teaching. അതായത് സ്റ്റുഡൻസിന് അവരുടെ പേസിൽ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ റെഗുലർ കോളേജ് ഫീനെക്കാട്ടി കുറച്ച് ഫീ കൊടുത്താൽ മതി, അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടെന്ന് ഈ കോത്താരി ലീഡ് ചെയ്ത ഒരു എക്സ്പെർട്ട് കമ്മിറ്റി കണ്ടുപിടിച്ചു. The committee recommended starting correspondence courses in India, but only through universities to maintain quality. Correspondence courses സ്റ്റാർട്ട് ചെയ്യാം, പക്ഷേ ഒരു ക്വാളിറ്റി ഒക്കെ കൊടുക്കണമെങ്കിൽ യൂണിവേഴ്സിറ്റീസിന്റെ അണ്ടറിൽ കൊണ്ടുവന്നാൽ മതി എന്ന് കോത്താരി പറഞ്ഞു. സോ അങ്ങനെ ഒരു ഫസ്റ്റ് കോഴ്സ് ബിഗിൻ ചെയ്തത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ്. സോ പിന്നെ 1964 നടന്ന കാര്യമാണ് പറയുന്നത്, അത് വളരെ ഇമ്പോർട്ടന്റ് അല്ല. In 1970, many traditional universities in India started their own correspondence course institutes, which later became known as Directorates of Distance Education or Centers of Distance Education. അതായത് 1970 കുറെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് എന്ത് ചെയ്തു, കറസ്പോണ്ടൻസ് കോഴ്സസ് തുടങ്ങി. അവരൊക്കെ ഈ താഴെ പറയുന്ന പേരുകളാണ് അറിയപ്പെട്ടിരുന്നത്. So distance education became popular because it was more accessible, affordable and convenient. അതായത് ആക്സസിബിൾ ആയിരുന്നു, അഫോർഡബിൾ ആയിരുന്നു, കൺവീനിയന്റ് ആയിരുന്നു. അതുകൊണ്ടാണ് അത് ഒരുപാട് പോപ്പുലർ ആവാൻ തുടങ്ങിയത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര റിജിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഫിക്സ്ഡ് എക്സാം, ഷെഡ്യൂൾ, ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതിന്റെ ഓൺലി വൺ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സീറ്റ് ഉണ്ട്, ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാം. അതുകൊണ്ട് as a result, many marginalized or disadvantaged groups still couldn't benefit. അതുകൊണ്ട് തന്നെ എന്താ സംഭവം, ഒരുപാട് ആൾക്കാർക്കും പഠിക്കാൻ പറ്റിയില്ല. മാർജിനലൈസ്ഡ് സെക്ഷൻ എന്നുള്ള, പാർശ്വവൽക്കരിക്കപ്പെട്ട സെക്ഷൻ എന്നുള്ള ഒരുപാട് കുട്ടികൾക്കും പഠിക്കാൻ പറ്റിയില്ല, അതിൽ നിന്നുള്ള ബെനിഫിറ്റ് കിട്ടിയില്ല. സോ എക്സ്പേർട്സ് റിയലൈസ് ദാറ്റ് ദ റിയൽ പ്രോഗ്രാം റിക്വയർസ് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാവണം, റിജിഡ് റൂൾസ് ഉണ്ടാവാൻ പാടില്ല. ഒരു എക്സാം ഷെഡ്യൂൾ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ എഴുതാൻ പറ്റില്ലെങ്കിൽ പിന്നെ എഴുതാൻ പറ്റണം. പിന്നെ മോഡേൺ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി യൂസ് ചെയ്യണം ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സസ് ആയാലും ടെലി കോൺഫറൻസിങ്, വീഡിയോ കോൺഫറൻസിങ്, അതൊക്കെ ഉൾപ്പെടുത്തണം. പക്ഷെ മുമ്പ് അങ്ങനെ അല്ലായിരുന്നു, അവർ പോസ്റ്റ് വഴിയായിരുന്നു മെറ്റീരിയൽ കിട്ടുന്നവർക്ക്. ഓക്കെ. The Government of India launched the Open University System in 1980. Open University System Government of India ലോഞ്ച് ചെയ്തത് 1980-ലാണ്. അതിന് ആർക്കൊക്കെ ബെനിഫിറ്റ് കിട്ടും, ആർക്കൊക്കെ അത് അവൈലബിൾ ആയിരുന്നെന്ന് ചോദിച്ചാൽ റിമോട്ട് ആൻഡ് റൂറൽ ഏരിയസിലുള്ള ആൾക്കാർക്ക്, വർക്കിംഗ് പ്രൊഫഷണൽസിന്, വിമൻ ആൻഡ് അഡൾട്ട് ലേണേഴ്സിന് ഇത് അവൈലബിൾ ആയിരുന്നു. പിന്നെ 1986 the National Policy on Education highlighted open universities as a way to increase access to higher education, make education more inclusive and reach more people. അപ്പൊ 1986 നാഷണൽ എഡ്യൂക്കേഷൻ മീൻസ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, പിന്നെ 1968 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, പിന്നെ നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. ഇത് നമ്മൾ ഒറ്റ ക്ലാസ്സിൽ തീർക്കും. ഓക്കെ. പക്ഷെ ഞാൻ ആക്ച്വലി വെബിനാർ എടുത്ത സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ലോണം ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും ഒന്നും എടുക്കും നിങ്ങൾ ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ. അപ്പം 1986 NP എന്താണ്, ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് കൊണ്ട് ഈ താഴെ പറഞ്ഞ 2 ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി. സോ ഇതാണ് ഇതിനകത്ത് നിങ്ങൾ പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാല്, നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഡോക്ടർ BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ്. നിങ്ങൾ നല്ലോണം പഠിക്കണം, മറക്കരുത്. പിന്നെ ഫസ്റ്റ് നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ IGNOU ആണ്, ഇന്ദിരാഗാന്ധി. അത് 1985-ലാണ് വന്നത്. അതിന്റെ ഇയറും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതും നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ആൻഡ് ഇറ്റ് വാസ് സെറ്റപ്പ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെന്റ്. പാർലമെന്റിന്റെ ഒരു ആക്ട് പ്രകാരമാണ് ഇത് വന്നിട്ടുള്ളത്, IGNOU ആക്ട് ഓഫ് 1985. Then
പിന്നെ 1987 two more state open universities were established. രണ്ട് യൂണിവേഴ്സിറ്റീസ് കൂടി വന്നു, സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റീസും കൂടെ വന്നു. ഒന്ന് നളന്ദ ഓപ്പൺ യൂണിവേഴ്സിറ്റി, പിന്നെ വർദ്ധമാൻ മഹാവീർ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഓക്കെ, വിച്ച് ഇസ് ഇൻ കോട്ട, രാജസ്ഥാൻ. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഞാൻ ഇതിന്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിലുണ്ട്. അതായത് ഓക്കെ, ക്രോണോളജിക്കൽ ഓർഡറിൽ കൊടുത്തിട്ടുള്ളതാണ്. കാരണം ഞാൻ എക്സാം എഴുതാൻ പോയ ഒരു സമയത്ത് ഇത് ക്രോണോളജിക്കൽ ഓർഡറിൽ ഒരു 5 തന്നിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആകെ എനിക്കറിയാവുന്ന ഡോക്ടർ ബി.ആർ. അംബേദ്കറും പിന്നെ എന്താ നളന്ദയും മാത്രമേ അറിയാം. പിന്നെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ മാർക്കൊന്നും പോകരുത്, അതിന് വേണ്ടിയിട്ട് ഞാൻ എഴുതണം. അത്യാവശ്യം ഒരു 7 താഴേന്ന് മുകളിൽ നിന്നൊക്കെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരും. പിന്നെ നമ്മുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് പ്രൊഫസർ മാധവ മേനോൻ ലീഡ് ചെയ്ത ഒരു കമ്മിറ്റി. ദ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഫോംഡ് എ കമ്മിറ്റി ലെഡ് ബൈ പ്രൊഫസർ മാധവ മേനോൻ. അതെന്നാ വന്നെന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് 2010 ഫോർ വാട്ട്, എന്തിനാണെന്ന് പറഞ്ഞാൽ ടു ഇംപ്രൂവ് ആൻഡ് റെഗുലേറ്റ് ദ ക്വാളിറ്റി ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇന്ത്യ. അതായത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ ക്വാളിറ്റിയും പിന്നെ ക്വാളിറ്റി റെഗുലേറ്റ് ചെയ്യാൻ വന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് പ്രൊഫസർ മാധവ് മേനോൻ കമ്മിറ്റി. പിന്നെ ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാല് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിൽ രൂപീകരിക്കുക. എന്തിനു വേണ്ടിയിട്ട്? മീൻസ് ഈ ഡിസ്റ്റൻസ് ലേണിങ്ങിന്, അതായത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിങ്ങിനെ അതിന്റെ സ്റ്റാൻഡേർഡ്സിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിൽ രൂപീകരിക്കാം. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം. പിന്നെ ഈ താഴെ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു വെക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിനകത്ത് പറയുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, ബ്രീഫ് ചെയ്യാം. ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇതുവരെയ്ക്കും ഫോം ചെയ്തിട്ടില്ല. ഓക്കെ, അത് ഫോം ചെയ്യുന്നത് വരെ UGCന്റെ അണ്ടറിലുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഈ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിങ്ങിനെ കൈകാര്യം ചെയ്യേണ്ടത്. അതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് യു ക്യാൻ റീഡ് ഇറ്റ്. പിന്നെ അടുത്ത് നമുക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിനെ പറ്റി പഠിക്കാം. 1985 വന്നത്. എന്തിനാ വന്നത്? ടു എൻഹാൻസ് ആക്സസ് ആൻഡ് ഇക്വിറ്റി ടു ഹയർ എഡ്യൂക്കേഷൻ ത്രൂ ഡിസ്റ്റൻസ് ലേണിംഗ്, ഡിസ്റ്റൻസ് മോഡ്. ഇത് നമ്മൾ ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്ന പോയിന്റ് തന്നെയാണ്. ഓക്കെ, സോ the university has adopted an integrated strategy for imparting instruction. This consists of providing print materials, audio, video, tape, broadcast, radio, educational, TV channels, teleconferencing. അപ്പം ഇത്രയും നേരം ഞാൻ മുന്നേ പറഞ്ഞ ഡിസ്റ്റൻസ് ലേണിംഗിൽ എന്തൊക്കെ മീഡിയമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പ്രിന്റ് മെറ്റീരിയൽസ്, ഓഡിയോ, വീഡിയോ, ബ്രോഡ്കാസ്റ്റ്, റേഡിയോ, എഡ്യൂക്കേഷണൽ, TV ചാനൽസ്. അപ്പം ഈ റേഡിയോ ആൻഡ് TV ചാനൽസ്, അതായത് ഗ്യാൻ വാണി, ഗ്യാൻ ദർശൻ, അങ്ങനെ 2 ചാനൽസ് ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. ഓക്കെ, പിന്നെ ഇതിനകത്ത് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഇഗ്നോന്റെ ബഡ്ജറ്റില് 10% എന്തിനു മാറ്റി വെച്ചിട്ടുണ്ട്? ഈ നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ അവിടെ എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10%. ഇപ്പം 1000 ബഡ്ജറ്റ് എങ്കിൽ, സോറി 100 രൂപയാണ് ബഡ്ജറ്റ് എങ്കിൽ 10 രൂപ അല്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പം അബൌട്ട് 10% എന്തിനു മാറ്റി വെച്ചിട്ടുണ്ട്? നോർത്ത് ഈസ്റ്റേൺ റീജിയനിലെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് 8 റീജിയണൽ സെന്റേഴ്സ് ഉണ്ട്. പിന്നെ 8 റീജിയണൽ സെന്റേഴ്സ് ഇൻ ദ നോർത്ത് ഈസ്റ്റ് റീജിയൻ. നോർത്ത് ഈസ്റ്റ് റീജിയനിൽ 8 റീജിയണൽ സെന്റേഴ്സ് ഉണ്ട്. പിന്നെ ടോട്ടൽ ആയിട്ട് പറയുകയാണെങ്കിൽ 56 റീജിയണൽ സെന്റേഴ്സ് ഉണ്ട് അക്രോസ് ഇന്ത്യ. പിന്നെ ലേണർ സപ്പോർട്ട് സെന്റേഴ്സ് ഉണ്ട്. അതായത് ഇവർക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ലേണർ സപ്പോർട്ട് സെന്റേഴ്സ് ഉണ്ട്. ഏകദേശം 2000-ഓളം ലേണർ സപ്പോർട്ട് സെന്റേഴ്സ് ഉണ്ട്. പിന്നെ അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാൻ വാണി ആൻഡ് ഗ്യാൻ ദർശൻ. അപ്പം നമ്മുടെ ഇഗ്നോന്റെ ലൈക് റേഡിയോ ആണ് ഗ്യാൻ വാണി. പിന്നെ ഗ്യാൻ ദർശൻ എന്ന് പറഞ്ഞാൽ ഇഗ്നോന്റെ എഡ്യൂക്കേഷണൽ TV ചാനലാണ്. Besides the presence in many countries, IGNO is offering distance education programs in collaboration with UNESCO and International Institute for Capacity Building in many parts of Africa.
അതായത് ഈ ഇഗ്നോ യുനെസ്കോ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് കൊടുക്കുന്നുണ്ട് ഇൻ മെനി പാർട്സ് ഓഫ് ആഫ്രിക്ക. IGNOU plays an active role in SAARC consortium for open and distance learning. അതായത് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ, അതായത് നമ്മുടെ നമ്മുടെ ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അപ്പം ഇങ്ങനെ ഉള്ള കൺട്രീസിലെ എഡ്യൂക്കേഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സാക്വഡിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. IGNOU plays an active role in SAARC consortium for open and distance learning. അതാണ് സാക്വഡിൽ എന്ന് പറയുന്നത്. അവരുടെ ഡിസ്റ്റൻസ് ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ് സാക്വഡിൽ. അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ആൻഡ് ഗ്ലോബൽ മെഗാ യൂണിവേഴ്സിറ്റീസ് നെറ്റ്വർക്ക്, ഈ GMUNET നെക്സ്റ്റ് സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ അതുമായിട്ടും ഈ GMUNET ആയിട്ടും അവർക്ക് പാർട്ണർഷിപ്പ് ഉണ്ട്. ഓക്കെ, ഈ ഗ്ലോബൽ മെഗാ യൂണിവേഴ്സിറ്റി നെറ്റ്വർക്ക് അല്ലെങ്കിൽ GMUNET എന്ന് പറഞ്ഞാല് ഇറ്റ് ഇസ് എ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് മെഗാ യൂണിവേഴ്സിറ്റീസ് വിത്ത് ഓവർ 1 lakh സ്റ്റുഡൻസ് ഇസ് ക്രിയേറ്റഡ് ബൈ യുനെസ്കോ. അപ്പൊ യുനെസ്കോ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഏകദേശം 1 ലക്ഷത്തോളം കുട്ടികളുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് GMUNET എന്ന് പറഞ്ഞാല്. ഇതിന്റെ മീൻസ് ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. അപ്പം ഇഗ്നോയിന് അതുമായിട്ടും കൊളാബറേഷൻ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 13 സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അത് സിംഗിൾ മോഡാണ്. സിംഗിൾ മോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് മീൻസ് ഓൺലി ഡിസ്റ്റൻസ് മോഡിലൂടെ മാത്രം എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന 13 സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ആണ്. അത് ഞാൻ ഇവിടെ 13 ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കാം. പിന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് ഉത്തർപ്രദേശിലാണ്, റൂർക്കേൽ, 1847. സിവിൽ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് എന്ന് പറഞ്ഞാല് നമ്മുടെ ഇന്ത്യയിലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രധാനപ്പെട്ടത് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് IIT, IIM, പിന്നെ IAC, പിന്നെ ISER, ഇങ്ങനെ 4 ഉണ്ട്. പിന്നെ ദിസ് ഈസ് ദി ലാസ്റ്റ് സ്ലൈഡ്. അപ്പം സ്കിൽ ഡെവലപ്മെന്റ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് മാത്രമല്ല, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് PDF ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, ഇത് 2005 ജൂലൈയിലാണ് വന്നത്. ഈ മിനിസ്റ്റർ ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ഓൺടർപ്രണർഷിപ്പിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആണിത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാല് the objective of the skill certification scheme is to enable a large number of Indian youth to take up industry relevant skill training. അതായത് അവർക്ക് ജോലി കിട്ടത്തക്ക രീതിയിൽ ഒരു സ്കിൽ ട്രെയിനിങ് കൊടുക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിൽ കൊണ്ടുവന്നാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. പിന്നെ അതായത് അവർക്ക് ഒരു ബെറ്റർ ലൈവ്ലിഹുഡ്, അല്ലെങ്കിൽ ഒരു ലൈവ്ലിഹുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു രീതിക്ക് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക, സ്കിൽ ട്രെയിനിങ് കൊടുക്കുക. അതാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ്. സോ ഓക്കെ, ഇത് വിസിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ക്ലാസ് കഴിയാറായി. അപ്പം ഇതാണ് ഈ പ്രധാനപ്പെട്ട സ്കിൽ എഡ്യൂക്കേഷനിലുള്ള ഇനീഷ്യേറ്റീവ്സ്. അപ്പോ സ്കിൽ എഡ്യൂക്കേഷനിൽ മാത്രമല്ല പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ്സ്. അപ്പം നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്യാം, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അതിനകത്ത് പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾ പഠിക്കാനുള്ളത് ഇതിന്റെ ഇയറും പിന്നെ എന്താ ഈ ഏതൊക്കെ ബോഡീസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്, അതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ പ്രധാനപ്പെട്ട എയിം, ഇത് എന്തായാലും മറക്കാതെ പഠിച്ചു വെക്കുക. പിന്നെ ഇതിന്റെയൊക്കെ ഫുൾ ഫോം കൊടുത്തിട്ടുണ്ട്. ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഓക്കെ, ഓക്കെ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? സമയം കഴിയും. ഓക്കെ, 5 മിനിറ്റ്. ഡൗട്ട് ഇല്ലല്ലോ? വാലിഡിറ്റി എത്രയാ പറഞ്ഞ? എന്താ നാക്കിന്റെ വാലിഡിറ്റി എങ്ങനെ പറഞ്ഞു? ടൈപ്പ് ചെയ്യാം. ഏതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സാ പഠിക്കണമെന്ന് ചോദിച്ചേ?
റിസർച്ച് കൗൺസിലിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ജനറൽ ആണോ ചോദിച്ചത്? നാക്കിന്റെ വാലിഡിറ്റി 5 to 10 years ആണ്. പക്ഷേ NARFന്റെ വാലിഡിറ്റി നാക്കിന്റെ വാലിഡിറ്റി 5 to 10 years ആണോ? 10 years ആണോന്ന് ലൈക്ക് ഐ എം നോട്ട് ഷുവർ, ബിക്കോസ് 5 year ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 5 to 10 years ആണോന്ന് ഞാൻ റെഫർ ചെയ്തിട്ട് പറയാം. 10 years അല്ലേന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി എനിക്കറിയില്ല. ഞാൻ 5 year ആണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. 10 year ആണോന്ന് ഞാൻ ക്ലാരിഫൈ ചെയ്ത് പറയാം. 5 to 10 year ആണെന്ന് ക്ലാരിഫൈ ചെയ്ത് പറയാം. പിന്നെ ICSRന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി ആണ്. അത് നിങ്ങൾ എളുപ്പമല്ലേ, പഠിക്കണം. പിന്നെ അതിനകത്ത് ഒരെണ്ണത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഞാൻ കൊടുത്തിട്ടില്ല, അത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ICHR അത് ഗുവാഹത്തിയാണ്. അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ കാര്യം. ഹെഡ്ക്വാർട്ടേഴ്സ് പഠിച്ചേക്കും. കാരണം എന്ന് വെച്ചാല് പല എക്സാമിനും പല രീതിക്ക് മീൻസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അപ്പൊ നിങ്ങൾ അത് മിസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഞാനായാലും ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെതും മീൻസ് ടേബിൾസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ക്ലാസ് 7 സെഷൻസിൽ തീർക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല കോൺസ്റ്റിറ്റ്യൂഷൻ്റെത്. അപ്പൊ ഞാൻ എന്തായാലും ടേബിൾ ആയിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി.